Good morning, dear student. Last section we have studied about Einstein model. Then today we are going to discussing about another model, that is the Debye model. Then first of all we discussing about what are the basic assumptions made by Debye for constructing the model. Okay. First model is Debye consider the solid as a continuous elastic. Each atom in a solid is under the influence of the field of force of number of other vibrating atoms. Therefore, the atoms are coupled together and their vibrations are not independent of each other, giving rise to elastic standing waves. Okay, thus they are capable of producing a spectrum of frequency. The internal energy of the solid resides in elastic standing wave being produced due to the vibration of individual atom. Okay, അപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ ഒരു കപ്പിൾഡ് മോഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. കപ്പിൾഡ് ഓസിലേറ്റർ ആയിട്ടാണ് ഇതിനെ സോളിഡിനെ എടുക്കുന്നത്, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ മൂവ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ their vibrations are independent of each other. They are not independent of each other. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റാൻഡിങ് വേവ് എടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദേ ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് എ സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസി. ഒരു സിംഗുലർ ഫ്രീക്വൻസി അല്ലെ ഒരു സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. Then the internal energy of the solid resides in elastic standing wave being produced due to the vibration of individual atom. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഓരോന്നിൻ്റെയും വൈബ്രേഷൻ്റെ എഫക്റ്റ് കൊണ്ട് ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തിന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ദാറ്റ് ഈസ് ദ ഇൻറ്റേർണൽ എനർജി കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ മൊത്തത്തിൻ്റെയാണ്. ഇലാസ്റ്റിക് വേവിൻ്റെ സ്റ്റാൻഡിങ് വേവിനെ മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ എനർജിയാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ the energy of these elastic waves are quantized. Then the quantum of vibration is called phonon, and the phonon having frequency h nu. And also the elastic standing wave has two types of modes of vibration: longitudinal waves and transverse modes of having velocity vl and vt respectively. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു സിംഗിൾ ഫ്രീക്വൻസിയിലെല്ലാം ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം സെയിം ഡയറക്ഷന് അല്ലെ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് വൈബ്രേഷന് സെയിം ആകുമ്പോൾ അത് ലോഞ്ചിറ്റ്യൂഡിലും പെർപെൻഡിക്കുലർ ആകുമ്പോൾ അത് ട്രാൻസ്വേഴ്സുമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വെലോസിറ്റിയും ട്രാൻസ്വേഴ്സ് വെലോസിറ്റിയും നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യണം. So these elastic waves have two types of modes of vibration: longitudinal and transverse modes of having velocity vl and vt respectively. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അസംഷൻസ്? കണ്ടിന്യൂസ് വേവ് ആണ്, ഇലാസ്റ്റിക് സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എനർജി എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ എനർജി ഈസ് കൺസിഡർ ആസ് ദ വാട്ട് ആർ ദ വൈബ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആറ്റത്തിനകത്ത് എന്തൊക്കെ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഫോണോണിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഇലാസ്റ്റിക് വേവ്സിന് രണ്ട് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്, ട്രാൻസ്വേഴ്സ് മോഡും പിന്നെന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡുമാണ്. പിന്നെ നമ്മൾ ഇതിന് മുമ്പായിട്ട് ഡിബേ മോഡൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഡെൻസിറ്റി രണ്ട് മോഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം അല്ലേ, ആ വാല്യൂ എന്താണ് എങ്കിലേ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഓഫ് ദ തിയറി ഓഫ് ലാറ്റിസ് വൈബ്രേഷൻ ഈസ് ഫൗണ്ട് ടു ബി ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോർമൽ മോഡ്സ്. സോ for what is the frequency distribution of normal modes. For the purpose we consider one dimensional chain of atom. Okay, ഇതാണ് നമ്മൾ എടുക്കുന്ന വൺ ഡയമെൻഷണൽ ചെയിൻ ഓഫ് ആറ്റം. ആൻഡ് this is fixed, the two end of the this chain is fixed. So the total length is L, and that only consider longitudinal displacement.
So suppose u of xt represent the displacement of the string at any instant x at a time t. ഓക്കെ, യു ഓഫ് എക്സ് ടി ആണ് നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. സോ ദ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നമുക്കറിയാം, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 by v square into dou square u divided by dou t square. One dimensional wave equation where nu is the velocity, v is the velocity of the waves in a string. ഓക്കെ, അപ്പം നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? യു ഓഫ് എക്സ് ടി ഈക്വൽ ടു a sin n pi x divided by l cos 2 pi nu n t. ഓക്കെ, ഇതൊരു വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആണ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? a sin n pi x divided by l cos 2 pi nu n t. ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? ഇത് നമ്മൾ തിരിച്ച് ചെയ്താൽ നമുക്കിത് കിട്ടും അല്ലേ? ഡോ സ്ക്വയർ യു എടുത്ത് നോക്കുക, ഇതിനകത്തുനിന്ന് ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ ടി സ്ക്വയർ കൊടുക്കുക. അപ്പോൾ ഇത് ഈക്വലായിട്ട് കിട്ടുന്നത് കൊണ്ട് ഇതിൻ്റെ ജനറൽ എക്സ്പ്രഷനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് അറിഞ്ഞിരിക്കുക, യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എ സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ കോസ് 2 പൈ ന്യൂ എൻ ടി. ഓക്കെ, ദിസ് ഈസ് എ ഫ്രീക്വൻസി. ഓക്കെ, മാറിപ്പോവരുത്, ന്യൂ എൻ ടി ഫ്രീക്വൻസിയാണ്. where n is any positive integer and a is constant and it is amplitude. In such a case there should be an integral number of half wavelength in the chain. അപ്പോൾ നമുക്കിതറിയാം, ഇതിനകത്ത് ഇൻറ്റഗ്രൽ നമ്പർ ഓഫ് അല്ലേ, അതിനകത്ത് നമ്മൾ എടുക്കുന്നത് n ലാംഡ ബൈ 2. ഓക്കെ, l is equal to n ലാംഡ ബൈ 2. ഫസ്റ്റ് കേസിൽ എന്ത് വരും? മൊത്തം വരും ലാംഡ, ദെൻ lambda by 2, then 3 lambda by 2. So generally നമുക്ക് എന്ത് പറയാൻ പറ്റും? L equal to n lambda by 2. Then differentiating dou square u divided by dou x square equal to, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് യു എൻ സ്ക്വയർ. ഡിഫറൻഷിയേറ്റ് ഫസ്റ്റ് ഡോ യു ഡിവൈഡ് ബൈ ഡോ എക്സ് എടുക്കുക. ഈ ടേം വരുന്നില്ല, ഈ ടേം മാത്രമേ വരുന്നുള്ളൂ. സോ യു n square pi square divided by l square into എന്ത് വരും? യു ഓഫ് എക്സ് ടി അല്ലേ. അപ്പോൾ എന്ത് വരും? മൈനസ് യു എൻ സ്ക്വയർ പൈ സ്ക്വയർ എൻ പൈ, ആദ്യം എൻ പൈ ബൈ എൽ വരും അല്ലേ. പിന്നെ എന്താ വരുന്നത്? ഇൻറ്റു ദിസ് വൺ. അടുത്ത് എന്ത് വരും? സൈൻ ആവുമ്പം കോസ് വരും. പിന്നെ അടുത്ത് വരുമ്പോൾ വീണ്ടും സൈൻ വരും. അപ്പോൾ ഒരു മൈനസ് സൈൻ വരും. അതാണ് ഇവിടെ കാണുന്നത്, മൈനസ് യു എൻ സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ. സിമിലർലി ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ ടി സ്ക്വയർ എന്ത് വരും? ഇതുപോലെ തന്നെ ഒരു മൈനസ് യു, ഇവിടെ എന്ത് വരും? 2 പൈ ന്യൂ എൻ. അടുത്തത് എന്ത് വരും? 2 പൈ ന്യൂ എൻ വീണ്ടും വരും. സോ 4 പൈ സ്ക്വയർ ന്യൂ എൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂ ഇൻ ഇക്വേഷൻ 10 ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ എന്ത് വരും? ഡോ സ്ക്വയർ യു ബൈ ഡോ സ്ക്വയർ എന്ത് വരും? മൈനസ് യു എൻ സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ ഈക്വൽ ടു 1 ബൈ ന്യൂ സ്ക്വയർ ഇൻറ്റു യു 4 പൈ സ്ക്വയർ വി സ്ക്വയർ. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഒബ്റ്റെയിൻ ന്യൂ സ്ക്വയർ. ദിസ് ഈസ് എ ഫ്രീക്വൻസിയാണ് നമ്മൾ എടുക്കേണ്ടത്, കാരണം ഡെൻസിറ്റി ഓഫ് മോഡ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? നമുക്കവിടെ ഫ്രീക്വൻസി സ്പെക്ട്രമാണ് കിട്ടേണ്ടത്. സോ ന്യൂ സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ 4 എൽ സ്ക്വയർ. അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ എഴുതി പോവുക, ന്യൂ സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ 4 എൽ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പം ചെയ്തത്? ഡോ സ്ക്വയർ യു വേവ് ഇക്വേഷൻ എടുത്തു, വൺ ഡയമെൻഷണൽ, അതിൻ്റെ സൊല്യൂഷൻ എടുത്തു. ദെൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയറും കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം കിട്ടിയേക്കുന്നത് ഫ്രീക്വൻസി എടുക്കണം. ഫ്രീക്വൻസി ഓഫ് ദ, കാരണം അവിടെ ഫ്രീക്വൻസി സ്പെക്ട്രം ആയതുകൊണ്ട് വി സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ
ന്യൂ സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ 4 എൽ സ്ക്വയർ. ഓക്കെ, ദെൻ നമുക്കറിയാം ലാംഡ എൻ എന്ന് പറയുന്നത് എന്ത് വരും? 2l ഡിവൈഡ് ബൈ എൻ. 2l ഡിവൈഡ് ബൈ എൻ. സോ ദ നമ്പർ ഓഫ് മോഡ്സ് വരുന്നത് എത്രയാണ്? ന്യൂ എൻ ഈക്വൽ ടു ലാംഡ 2l ഡിവൈഡ് ബൈ എന്നിനെ എന്തെഴുതാൻ പറ്റും? ലാംഡ എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ അത് തിരിച്ച് വരുമ്പോഴേക്കും ന്യൂ എന്ത് വരും? വി സ്ക്വയർ ന്യൂ സ്ക്വയർ ഈക്വൽ ടു എൻ ഡിവൈഡ് അല്ലേ എൻ സ്ക്വയർ അല്ല, അന്നേരം ന്യൂ ഈക്വൽ ടു എന്ത് വരും? എൻ വി ഡിവൈഡ് ബൈ 2l. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂ ബൈ ലാംഡ എൻ ഈക്വൽ ടു എൻ വി ഡിവൈഡ് ബൈ 2l. ഓക്കെ, എൻ വി എല്ലാത്തിൻ്റെയും സ്ക്വയർ റൂട്ട് എടുത്ത് വെച്ചേക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂ എൻ എന്താണ്? എൻ വി ഡിവൈഡ് ബൈ 2l. എൻ വി ഡിവൈഡ് ബൈ 2l. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? എൻ വി. അപ്പോൾ എൻ ഈക്വൽ ടു എന്ത് വരും? നമുക്ക് കിട്ടിയേക്കുന്നത് എന്താ? എൻ ഈക്വൽ ടു 2l വി എൻ ഡിവൈഡ് ബൈ 2l ന്യൂ എൻ ഡിവൈഡ് ബൈ വി എൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് ഡി എൻ കണ്ടുപിടിക്കാമല്ലേ? 2l ഡിവൈഡ് ബൈ 2l ഡിവൈഡ് ബൈ വി എൻ ഈക്വൽ ടു 2l ഡിവൈഡ് ബൈ എൻ ഈക്വൽ വി എൻ ഡിവൈഡ് ബൈ ന്യൂ എൻ ഡിവൈഡ് ബൈ വി എൻ. അപ്പോൾ എന്താ വരുന്നത്? ഡി എൻ ഈക്വൽ ടു 2l വി ഇൻറ്റു ഡി ന്യൂ. ഡി എൻ ഈക്വൽ ടു 2l വി ഡിവൈഡ് ഇൻറ്റു ഡി ന്യൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതാണ് ജി ഓഫ് ന്യൂ എന്ന് പറയുന്നത്. ദ ഡിസ്ക്രീറ്റ് സ്പെക്ട്രം ജി ഓഫ് ന്യൂ ഈക്വൽ ടു 2l ഡിവൈഡ് ബൈ വി ഇൻറ്റു ന്യൂ. അപ്പോൾ എന്തായിരിക്കും? ഒരു ഡിസ്ക്രീറ്റ് ആണ് അല്ലേ? ഡിസ്ക്രീറ്റ് ആണ്. ഇങ്ങനെ ഈക്വൽ സ്പേസിൽ ലാസ്റ്റിൽ നമുക്ക് കിട്ടേണ്ടത് LYV. ദെൻ അതിനനുസരിച്ചാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 2l ഡിവൈഡ് ബൈ ഫസ്റ്റിൽ ന്യൂവിൻ്റെ വാല്യൂ എന്താണ്? ന്യൂ ഈക്വൽ ടു എന്നിന് 1 എന്ന് കൊടുക്കുമ്പോൾ ന്യൂ ബൈ 2l, എന്നിന് 2 എന്ന് കൊടുക്കുമ്പം വി ബൈ എൽ, അടുത്തത് കിട്ടുമ്പം വി ബൈ 3v ഡിവൈഡ് ബൈ 2l. ആ ഒരു രീതിയിൽ നമുക്ക് സ്പെക്ട്രം ഈക്വൽ സ്പേസിങ്ങിൽ കിട്ടുകയാണ്. വി ബൈ 2l സ്പേസിങ്ങിൽ നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രീക്വൻസി സ്പെക്ട്രമായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞതൊന്നും കൂടെ നോക്കാം അല്ലേ? ഇത്രയേ ഉള്ളൂ. 1 ഡയമെൻഷൻ്റെ കേസിൽ ഇതാണ് നമ്മൾ പറയുന്നത്. ഒന്ന് വേവ് ഇക്വേഷൻ എടുത്തു. വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എ സൈൻ n pi x ഡിവൈഡ് ബൈ എൽ ഇൻറ്റു കോസ് 2π ന്യൂ എൻ ടി. ഫ്രീക്വൻസിയാണ് ന്യൂ എൻ ടി അല്ലേ? ഒമേഗ ടി എന്ന് വരുന്നത്. അപ്പോൾ എന്ത് വരും? ഒമേഗയ്ക്ക് 2π ന്യൂ കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, അതിന് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഓരോന്നിൻ്റെ എടുത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും ന്യൂ സ്ക്വയർ ഈക്വൽ ടു ഫ്രീക്വൻസി എടുക്കണമെന്ന് മനസ്സിലാക്കുക. എൻ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ 4l സ്ക്വയർ. സോ ന്യൂ ഈക്വൽ ടു എൻ വി ഡിവൈഡ് ബൈ 2l. എൻ വി ഡിവൈഡ് ബൈ 2l. ദെൻ ഡി എൻ ഈക്വൽ ടു എന്താ വരുന്നത്? 2l വി സ്ക്വയർ ഡിവൈഡ് ബൈ എന്ത് വരും? 2l ന്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2l ന്യൂ ഡിവൈഡ് ബൈ വി എൻ. അപ്പം 2l വി ഇൻറ്റു ന്യൂ എന്ന് കൊടുക്കാൻ പറ്റും. ഡി എൻ ഈക്വൽ ടു എന്ത് വരും? 2l എന്താ വരുന്നത്? അതിനെ നമ്മൾ നേരെ തിരിച്ചെഴുതുകയാണ്. അപ്പോൾ എന്ത് വരും? 2l ന്യൂ ഡിവൈഡ് ബൈ വി എൻ. അപ്പോൾ ന്യൂ മാറ്റി എഴുതുക. അപ്പോൾ ഡി എൻ എന്ത് വരും? 2l ഡിവൈഡ് ബൈ വി ഇൻറ്റു ഡി ന്യൂ. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂ എൻ എന്ത് വരും? ന്യൂ ഈക്വൽ ടു എൻ വി ഡിവൈഡ് ബൈ 2l. അപ്പോൾ ഓരോന്നിനും ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് അതിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ജി ഓഫ് ന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡി എൻ ആണ്. നമ്പർ ഓഫ് മോഡ്സ് ആണ്. സോ ദിസ് വൺ ഈസ് ദ സ്പെക്ട്രം. ഓക്കെ, വഹാവിൻ്റെ ടെസ്റ്റിൽ നിന്ന് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അത് ഉള്ളവർ നോക്കുക. ഓക്കെ, ദെൻ 3 ഡയമെൻഷണൽ കേസിൽ ഇനി ഈ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? ഈ 3 ഡയമെൻഷണൽ കേസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും വരും, ട്രാൻസ്വേഴ്സ് വേവും വരും അല്ലേ? 2 ഡിസ്റ്റിങ്വിഷബിൾ വെലോസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ് മോഡ്. ഇപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ നോൺ ഡീജനറേറ്റീവ് ആണ്. സോ ഒരു വയസ്സേ ഉള്ളൂ.
ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഡബിളി ഡീജനറേറ്റ് ആണ്. നോൺ ഡീജനറേറ്റും ഡബിളി ഡീജനറേറ്റും എന്ന് പറഞ്ഞാൽ എന്താ, ഒരെണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. ഒരെണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് ഫ്രീക്വൻസി, ഒരു എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എനർജി ഉള്ളെങ്കിൽ അതിനെ നമ്മൾ നോൺ ഡിജനറേറ്റ് എന്നും, ഒരു എനർജി കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിന് പിന്നീട് ഡബിൾ ഡീജനറേറ്റ് എത്രണ്ണം ഉണ്ടോ അതനുസരിച്ച് ഡീജനറേറ്റ് ആയിട്ട് മോഡ്സ് എന്നും പറയും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ലോഞ്ചിറ്റ്യൂഡിനൽ മോഡ്സിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ട്രാൻസ്വേഴ്സിൻ്റെ കേസിൽ ഡബിൾ ഡീജനറേറ്റ് ആണ്. ട്രാൻസ്വേഴ്സിന് ഡബിളും ലോഞ്ചിറ്റ്യൂഡിനലും നോൺ ഡിജനറേറ്റുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് കൊടുക്കുക. ഇക്വേഷൻ ഓഫ് മോഷന് എന്ത് വരും, 3 ഡയമെൻഷൻ കേസിലായതുകൊണ്ട് ഇങ്ങനെ വരും. ദെൻ ദെയർ ഇക്വേഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സിൻ്റെ കേസിൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. u1xyz = a1 sin this one into cos and u this one into this one. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ സൊല്യൂഷനും ബാക്കി കാര്യങ്ങളും കാണാം. ഓക്കെ, താങ്ക് യു.